സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടതാണ്. താമരശ്ശേരിയിൽ ചുരമിടിഞ്ഞപ്പോൾ വയനാട് ഒരു തുരുത്തുപോലെ ഒറ്റപ്പെട്ടുപോയി. ഈ ഒറ്റപ്പെട്ടുപോയ തുരുത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പാത കൂടെയായാണ് ജനങ്ങൾ ഈ പാതയെ കാണുന്നത്. നമുക്ക് ഈ തുരങ്കപാതയെ ഒന്ന് പരിചയപ്പെടാം. 8.11 കിലോമീറ്റർ ദൂരത്തിലാണ് ഇരട്ട തുരങ്കങ്ങളുള്ള പാത വിഭാവനം ചെയ്തിരിക്കുന്നത്. 6 വളവുകളുള്ള പാതയിൽ ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകളുണ്ട്. അതായത് ഈ തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാം. ഇനി എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ വൺ വേ രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഒരു പാത അടച്ച് മറ്റൊരു പാത എസ്കേപ്പ് പാതയായി ഉപയോഗപ്പെടുത്താം. ഏകദേശം ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെയായി 2 പ്രധാന പാലങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓരോ തുരങ്കവും തമ്മിൽ 15 മീറ്റർ അകലമുണ്ട്. ഒരു തുരങ്കപാതയുടെ വീതി എന്ന് പറയുന്നത് 10 മീറ്ററാണ്. തുരങ്കപാതയ്ക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ആവശ്യമായി ഉണ്ടായിരുന്നത്. 5771 മീറ്റർ വനമേഖലയിലൂടെയും 2964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയും കടന്നു പോകുന്നുണ്ട്. 2006 മുതലുള്ള ആലോചനയാണ് ഇത്തരമൊരു പദ്ധതിക്ക് പിന്നിലുള്ളത്. ഇതിനുശേഷം 90% സ്വകാര്യ ഭൂമി ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 4 വർഷത്തിനകം ഈ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. 2134 കോടി രൂപയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതലയുള്ളത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ നിന്നാണ് തുക ചെലവഴിക്കുന്നത്. കൊങ്കൺ റെയിൽവേയാണ് ഇതിന്റെ മേൽനോട്ട ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ, ഒപ്പം തന്നെ കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്കാണ് ഇതിന്റെ കരാർ നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ പദ്ധതി വരുന്നതോടുകൂടി വയനാട്ടിലെ യാത്രാ കുരുക്കിന് ഒരു പരിഹാരമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 4 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഈ തുരങ്കപാതയുടെ ഒരറ്റം വരുന്നത് മീനാക്ഷിയിലാണ്, മറ്റൊരറ്റം വരുന്നത് മുത്തപ്പൻപുഴ, മറിപ്പുഴ, ആനക്കാംപൊയിൽ റോഡിലാണ്. ഏകദേശം മലയോര ഹൈവേയിൽ നിന്നും ഈ തുരങ്കപാതയിലേക്ക് 10 കിലോമീറ്റർ ദൂരമേയുള്ളൂ. നമുക്കറിയാം, മലയോര മേഖലയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൂടരഞ്ഞിയിൽ 50 ഏക്കറിൽ സ്വകാര്യ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മലയോര മേഖലയുടെ വികസനത്തിന് കുതിപ്പേകും എന്നുള്ളതാണ് പ്രതീക്ഷ. തുരങ്കപാത കൂടെ വരുന്നതോടെ അത് വേഗത്തിലാകുമെന്നും ജനങ്ങൾ കണക്കുകൂട്ടുന്നു. കേരളത്തിന്റെ വികസനത്തിലെ നാഴികക്കല്ലുകളായ വിഴിഞ്ഞം, വല്ലാർപാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കാനുള്ള എളുപ്പപാത, ഒപ്പം തന്നെ ഉത്തരേന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കാനുള്ള പാത, ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകളുണ്ട് ഈ തുരങ്കപാതയ്ക്ക്. ഒപ്പം തന്നെ വയനാടിന്റെ ഭൂപ്രകൃതി വളരെയധികം അനുകൂലമാണ് തുരങ്കപാതയ്ക്ക് എന്നുള്ളതും സവിശേഷമാണ്. ചാർണോക്കൈറ്റ് പാറ എന്നുള്ള ഉറപ്പുള്ള പാറയാണ് ഈ ഭൂപ്രദേശങ്ങളിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം വലിയ സിലിണ്ടർ ഉപയോഗിച്ച് തുരക്കുന്ന പ്രവൃത്തിയായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് പാറ പൊട്ടിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുക. ഏതായാലും ഈ തുരങ്കപാത വരുന്നതോടെ അത് കേരളത്തിന്റെ വികസനത്തിലെ നാഴികക്കല്ലാകും.